അപ്പോൾ 2025 വർഷത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാബ് കൊഞ്ചം ആകെ വെയിറ്റ് കർ രही है. നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. താങ്ക് യു മാം. അപ്പോൾ നമ്മൾ 9:50 ആയപ്പോൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വരുന്ന കൊളീഗ് മിസ്റ്റർ മനോ, നമ്മൾ മാഡി എന്ന് വിളിക്കും, മനു എന്ന് വിളിക്കും, അങ്ങനെ ഒരുപാട് വിളിപ്പേരുകളുള്ള മനോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഉടനെ തന്നെ എത്തും. അപ്പോൾ ഇവിടെ പോകാനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചത് ഓഫീസിൽ വെച്ച് മറന്നുപോയി. അവസാനം ഇറങ്ങാൻ 8 മണിക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 8:15 ഇറങ്ങാമെന്ന് വിചാരിച്ചു. 7:45 റിയലൈസ് ചെയ്തത് സാധനം കയ്യിലില്ലെന്ന്. പിന്നെ ബ്ലിങ്കിറ്റിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമായിരുന്നു. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ഔട്ട് കിട്ടി. അതുകൊണ്ട് എല്ലാം സെറ്റായി. സമയത്ത് എയർപോർട്ടിൽ എത്താൻ പറ്റി. പേപ്പറിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വിസ, പാസ്പോർട്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മനോ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. നമ്മുടെ കഥാനായകൻ നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ കഥാനായകൻ ബാഗും തൂക്കി വന്നിരിക്കുന്നത്. പുള്ളി വളരെ മിനിമൽ ലഗേജായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം പുള്ളി വളരെ മിനിമൽ ലഗേജായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സ്യൂട്ട് കേസും അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എത്ര കണ്ടാലും മതിയാവുകയല്ല. കിട്ടിയോ? കിട്ടി. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ലഗേജ് കൊടുത്ത് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് അകത്തോട്ട് കയറാം. പിന്നെ നമുക്ക് ഫ്ലൈറ്റിന് പിന്നെയും ടൈമുണ്ട്. ബ്ലിങ്കിറ്റിനോട് എനിക്ക് നന്ദി പറഞ്ഞേ ആവുള്ളൂ ഇന്നത്തെ ദിവസം. പറഞ്ഞില്ല, എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് പ്രീ അറൈവൽ അങ്ങനെ കുറച്ച് പരിപാടികൾ, കുറച്ച് വിസയുടെ പ്രിൻ്റ് ഔട്ട്, പിന്നെ അല്ലാതെ വേറെ കുറച്ച് പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ, ടിക്കറ്റ്സ്, ഹോട്ടൽ ബുക്കിംഗ് എല്ലാം പ്രിൻ്റ് എടുത്ത് ഞാൻ ഓഫീസിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് അത് റിയലൈസ് ചെയ്തത്. അപ്പോൾ എന്നെ സഹായിച്ചത് ബ്ലിങ്കിറ്റാണ്. കാരണം അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ബ്ലിങ്കിറ്റിൽ നമുക്ക് സ്റ്റേഷനറി വഴി പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ ഉണ്ടെന്ന്. സോ അത് നോക്കിയ സമയത്ത് ആദ്യം 15 മിനിറ്റ് കാണിച്ചു, 10 മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുമ്പ് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് എടുത്ത് വീട്ടിൽ വന്നു. അതുകൊണ്ട് ശരിക്കും ബ്ലിങ്കിറ്റ് എന്നെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ ഞാൻ സമയത്ത് എത്തില്ലായിരുന്നു ഓഫീസിൽ പോയി സാധനം എടുത്തിട്ട്. അവർ പറഞ്ഞ പോലെ ബ്ലിങ്കിറ്റ് ഇന്ത്യസ് ലാസ്റ്റ് മിനിറ്റ് ആപ്പ്, ശരിക്കും ലാസ്റ്റ് മിനിറ്റ് ആപ്പ് തന്നെ. അങ്ങനെ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ നേരെ ലോഞ്ചിലോട്ട് പോയി കുറച്ച് ഫുഡ് അടിച്ച് ചില്ല് ചെയ്തിട്ട് പോകാം. കഴിച്ചിട്ട് വന്നുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കുറച്ച് ചിക്കൻ പിന്നെ ഒരു ബ്രെഡ് മാത്രമേ എടുത്തുള്ളൂ. ചുമ്മാ കിട്ടിയതാണെങ്കിലും വാരി വലിച്ചതില്ലാതെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. സ്റ്റാർട്ടായിരിക്കുകയാണ്. നമുക്ക് ബോർഡ് ചെയ്യാൻ പോകാം. ഇപ്പോൾ സമയം രാത്രി 12:25 ഇനി ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. 4 മണിക്കൂറേ ഉള്ളൂ. സോ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അങ്ങനെ നമ്മൾ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ബാങ്കോക്കിലാണ്. അത് ജസ്റ്റ് ലേ ഓവറിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ബാങ്കോക്കിലെ സെക്യൂരിറ്റി ചെക്കും പരിപാടികളൊക്കെ ഭയങ്കര ഫാസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയുടെ അങ്ങോട്ടൊക്കെ നോക്കുക. ചുമ്മാ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം. ഇന്ത്യൻ സമയം 5:30 ആയതേ ഉള്ളൂ. ബാങ്കോക്കിൽ നമ്മൾ 7 മണിയായിരിക്കുകയാണ്. ഇനി നമുക്കൊരു 1 മണിക്കൂർ കാത്തിരിക്കണം. 8 മണിക്കാണ് നമ്മുടെ ഹോങ്കോങ് ഫ്ലൈറ്റ്. ഉറക്കമൊക്കെ സീനാണ്. എന്ത് ചെയ്യാൻ, വേറെ വഴിയില്ലല്ലോ. നമ്മൾ ഗേറ്റിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. C9 ഗേറ്റ്. ഇപ്പം ബാങ്കോക്കിൽ 7:45, നാട്ടിൽ 6:15. ഇവിടുത്തെ 8 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. പക്ഷേ 15 മിനിറ്റേ ഉള്ളൂ. 8 മണിക്ക് എടുക്കാൻ സാധ്യതയില്ല. കുറച്ചുകൂടെ ലേറ്റ് ആവുമായിരിക്കും. ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ ഫുഡ് തന്നായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ലോഞ്ചിൽ നിന്ന് കഴിച്ചുകൊണ്ട് വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. പക്ഷെ ഇപ്പം നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ ഹോങ്കോങ് എയർപോർട്ടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ബാഗും സാധന സാമഗ്രികളും എല്ലാം നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഹോങ്കോങ്ങിൽ പുറത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടെ ബാഗ് വെച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചൊന്നെടുക്കുന്നതിനെ പറ്റി ചോദിക്കാം. സംഭവം നമുക്ക് ഹോങ്കോങ്ങിൽ വരാനായിട്ട് വിസയുടെ ആവശ്യമില്ല. പകരം ഒരു പ്രീ അറൈവൽ എന്ന് പറഞ്ഞൊരു സംഭവം മതി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് അതുകൊണ്ട് പുറത്ത് പോകാം. പക്ഷേ വൺസ് നമ്മൾ ഹോങ്കോങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി തീർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് പോകുന്നത് കൊണ്ട് പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. എൻ്റെ കണ്ണാടിയുടെ കാലൊടിഞ്ഞതുകൊണ്ട് മിസ്റ്റർ ഡെന്നിസിൻ്റെ കണ്ണാടിയായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് കളർ കൂടിപ്പോയി. ഇതും ഡെക്കാത്തലോൺ. പക്ഷെ കളർ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് ഹോങ്കോങ് സിറ്റി വരെ പോകാൻ എത്രയാണെന്ന് നോക്കാം. സോ ഇതാണ് നമുക്ക് കാർഡ് കിട്ടിയേക്കുന്നത്. നമുക്കപ്പോൾ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് $230 ഹോങ്കോങ് ഡോളേഴ്സാണ് ആയിരിക്കുന്നത്. അത് ഏകദേശം 2300 2400 രൂപ. 2400 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 രൂപ വൺ സൈഡ് സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്ത് പോയി കറങ്ങിയിട്ട് വരണമല്ലോ. ആ അങ്ങനെ നമ്മൾ ട്രെയിനിനകത്ത് കയറിയിരിക്കുകയാണ്. ഹോങ്കോങ് സിറ്റി അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പരചുംബികളായ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അമ്പരചുംബില്ലാത്തൊരു ട്രെയിനാണ് കൊടുക്കാം. 23 മിനിറ്റിൽ നമുക്ക് സിറ്റി എത്താൻ പറ്റും. അപ്പോൾ 23 മിനിറ്റ് അങ്ങോട്ട് റൗണ്ടായിട്ട് 1/2 മണിക്കൂർ വയ്ക്കാം. ഇങ്ങോട്ട് 1/2 മണിക്കൂർ, 1 മണിക്കൂർ. അവിടെ കറങ്ങാൻ 2 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ബാക്കി നമുക്ക് നോക്കാം. ബുള്ളറ്റ് ട്രെയിൻ അല്ല, ഞാൻ പറയാനൊരു തെറ്റുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയപ്പോൾ ഉള്ളൊരു ഇതിൽ പറ്റിപ്പറ്റി സാധാ മെട്രോ ട്രെയിൻ. നമ്മുടെ സ്റ്റോപ്പ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ പോകാമെന്ന് മാപ്പ് നോക്കി തീരുമാനിക്കാം. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, പ്ലാനൊന്നുമില്ല. നമ്മൾ വന്നു, ചുമ്മാ പോകുന്നു, കാണുന്നു, വീണ്ടും പോകുന്നു. ഇവിടുത്തെ ഒരു മച്ചാൻ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ബോർഡിൽ ഹോളിവുഡ് റോഡെന്ന് കണ്ടു. അപ്പോൾ ചുമ്മാ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് വരാം. നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇത് ചോദിച്ചാൽ പുള്ളി നമുക്ക് വഴി കാണിക്കാൻ കൂടെ വരിക. എന്താ ചെയ്യുക? നല്ലവനായർ ரொம்ப നല്ലവനാ இருக்காரு. നമുക്ക് ഈ വഴി നടന്നു നോക്കാം. നമുക്ക് വീണ്ടും അമ്പരചുംബികളായ കുറേ കെട്ടിടങ്ങൾ കാണാം. ഇവിടെ കണ്ട അൾട്രാവൈഡിൽ ഇട്ടുകൊണ്ടെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അൾട്രാവൈഡിലും കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഇവിടുത്തെ പൊട്ടിങ്കർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ MG റോഡിൽ വന്നിരിക്കുകയാണ്. ചെറിയ വഴികൾക്കിടയിലുള്ള ചെറിയ വഴികളിലെ കടകളൊക്കെ നോക്കി നമുക്ക് നടക്കാം. അപ്പോൾ നാട്ടിലെ പോലെ ഗ്യാപ്പ് കൊണ്ടാണ് ക്രോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇവിടെ എല്ലാവരും സിറ്റികൾ നോക്കിയാൽ ക്രോസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സിറ്റികൾ നോക്കി തന്നെ ക്രോസ് ചെയ്യാം. ഹോങ്കോങ്ങിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എയർപോർട്ടിനടുത്ത് തന്നെയാണ് മെയിനായിട്ടുള്ള കുറച്ച് സ്ട്രീറ്റ്സ് പരിപാടികളൊക്കെ. നമ്മൾ അവിടെയൊക്കെ നടന്ന് ചുമ്മാ കെട്ടിടങ്ങളുടെ ഭംഗി, വഴികളുടെ ഭംഗി, ആളുകളുടെ ഭംഗി ഇതൊക്കെ നോക്കി നടക്കുന്നു. ഈ ഭാഗം ഞങ്ങളുടെ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആൾക്കാർ ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഭാഗമാണ്. ഇത് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ട്രേഡ് ചെയ്യുന്നൊരു കടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വളരെ നല്ലൊരു ആൽമരം തൂങ്ങി ഇങ്ങനെ കിടപ്പുണ്ട്. ആൽമരമല്ല തൂങ്ങിക്കുന്നതിൻ്റെ വേരും വള്ളിയൊക്കെ തൂങ്ങി ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു ആർട്ട് വർക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നിന്നാലേ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ സാധനം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആർട്ട് കാണാം. എങ്കിൽ എന്ത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ വേറെ എന്താ കയറിയത് മൊത്തം നമ്മൾ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇവിടെ കണ്ടൊരു ചെറിയ കടയിൽ കയറിയിരിക്കുകയാണ്. ഹോങ്കോങ് ആയത് തന്നെ എന്തായാലും റേറ്റാണ്.
നമ്മൾ ലോക്കൽ ഷോപ്പിൽ കയറാറുണ്ട്. അവർക്ക് തനതായ ടേസ്റ്റ് ഒക്കെ ഉള്ള കഴിക്കാറ്. റൈസ് വിത്ത് 2 വെറൈറ്റീസ് ഓഫ് കറി ഫ്രീ 34 ഹോങ്കോങ് ഡോളേഴ്സാണ്. ഇത് എൻ്റെത്, ഇത് മനോട്. Card box. താങ്ക് യു. അപ്പോൾ അവർ ക്യാഷും ഇവിടുത്തെ ഫോൺ പേ, ഗൂഗിൾ പേ പോലത്തെ ഒരു സാധനം ആലിപ്പേ എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും അക്സെപ്റ്റ് ചെയ്തു. കാർഡ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങളിൽ ഹോങ്കോങ് ഡോളേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കാശില്ലെന്ന്. അപ്പോൾ അവർ പേഴ്സിലിരുന്ന ചൈനീസ് യുവാൻ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു അത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി ഇവിടുത്തെ 68 ആണെങ്കിൽ ചൈനീസ് യുവാനി 64 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു പറ്റില്ല 68 തന്നെ തരണം. സോ 68 കൊടുത്തു. നമുക്ക് 4 യുവാൻ നഷ്ടമാണ്. പോട്ടെ, സാരമില്ല, 4 രൂപ കൊണ്ട് ഹോങ്കോങ് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ചുകൊണ്ട് തിരിച്ച് എയർപോർട്ടിൻ്റെ സൈഡിലോട്ട് നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ അങ്ങോട്ട് നടക്കുവാണ്. അവിടെ നിന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. റോഡിന് നടുക്കൂടാണോ ട്രെയിൻ ഓടിക്കുന്നത്? ഉണ്ടായിരുന്നു. അപ്പോൾ തെറ്റില്ല. അപ്പോൾ റോഡിന് നടുക്കൂടെ ഓടിച്ചോളൂ. നമ്മളിൻ്റെ ഒരു കുട്ടിക്കാർ. നമ്മൾ ഇവിടെ കറങ്ങാൻ ഇറങ്ങിയത് ഇവിടെ താഴോട്ട് വന്ന് ഈ വഴിയാണ്. അപ്പോൾ നമ്മൾ വന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി വലിയ പാടില്ല. ഇത് മേടിച്ചിട്ട് കുറച്ച് നടക്കേണ്ടി വന്നു ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലത്തിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാൾ, വോട്ടവർ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പോർക്കിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ മനോ ഉണ്ട്. അപ്പോൾ ബോൺ അപ്പറ്റിറ്റ്. നല്ല ഒട്ടിയിരിക്കുന്ന സ്റ്റിക്കി റൈസാണ്. അത് പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേ ശീലമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാപ്പിട്ട് മുടിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ചെറുതായിട്ട് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. മഴക്കാറാണോ എന്നറിയില്ല. ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി നമുക്കറിയില്ല. നമുക്ക് ഇത്ര നേരം ഉണ്ടായിരുന്ന എനർജിയും പരിപാടിയൊക്കെ ഫുള്ള് ചോർന്നു. കാരണം ഉറക്കം ശരിയായില്ല. വളരെ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. ഫ്ലൈറ്റിൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കൂടെ ആയതുകൊണ്ട് സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തായ്ലൻഡിൽ നിന്ന് കയറിയ ഫ്ലൈറ്റിലൊരു കഷ്ടിച്ചൊരു 2 മണിക്കൂർ ഉറങ്ങിക്കാണും. അതിൻ്റെ ആ ഒരു പച്ചയിലാണ് ഇവിടം വരെ നിന്നത്. പക്ഷേ ഇപ്പം ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു. ഇനി നേരെ എയർപോർട്ടിന് അങ്ങോട്ട് പോയി നമുക്ക് അവിടെ നിന്ന് ആദ്യം അവിടെ എത്തണം. അവിടെ 1/2 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ്സോ ക്യാബോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചൈന എത്തിയിട്ട് കിടന്നുറങ്ങാം. അല്ലാതെ വേറെ ഒന്നിനും വയ്യ. ഒരു സമയത്ത് നമ്മളൊരു ട്രെയിൻ വന്നിട്ടുള്ള ഓടിപ്പോയി നമുക്കത് കയറുവാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂറിൽ എയർപോർട്ട് എത്താം. സ്റ്റേഷനിലേക്ക് വന്നപ്പോഴേക്കും ആ മെട്രോ പോയി. കുഴപ്പമില്ല, 6 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മെട്രോ വരും. 6 അല്ല 8 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മെട്രോ വരും. അങ്ങനെ നമുക്ക് വീണ്ടും മെട്രോയിലേക്ക് കയറാം. ഇനി നമുക്ക് എയർപോർട്ടിലോട്ട് വീണ്ടും പോകാം. അപ്പം നമ്മൾ തിരിച്ചു വന്ന് ബാഗിന് കാർഡ് കൊടുത്തു. ബാഗ് എടുക്കാൻ പോവാണ്. ഫെറി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമിഗ്രേഷന് മുമ്പ് ഫെറിയുടെ ടിക്കറ്റ് എടുത്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങണം. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ട് കറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്തില്ല. നമ്മളപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു ക്യാബാന്ന് തോന്നുന്നു. ബസ്സും ക്യാബിൻ്റെ ഒക്കെ ഒരു ബുക്കിംഗ് ടാക്സിയുടെ സെറ്റപ്പായിരുന്നു. അവിടെ നിന്ന് 180 HKD വിച്ച് ഇസ് അറൗണ്ട് 1500-1600 രൂപയ്ക്ക് നമുക്ക് ഷെൻജനിലോട്ട് പോവാം. അപ്പോൾ അവിടുത്തെ ഒരു പോർട്ടിൽ നിന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലോട്ട് കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ടാക്സിക്കാരുകൾ നിരനിരയായി കിടക്കുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ട്. എനിക്ക് ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നടന്നു നോക്കിയപ്പോൾ നമ്മളെ അന്വേഷിച്ച് അടുത്ത ആൾ വന്നു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഫുൾ നമ്മളൊരു VIP ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. വേറെ ഒന്നുമില്ല. സംഭവം നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ എയർപോർട്ടിൽ നിന്നുള്ള ടാക്സി ബുക്ക് ചെയ്തുകൊണ്ടാണ്. നാട്ടിലൊക്കെ ഗവൺമെൻറ് ഒരു സാധനം ബുക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴി ഗവൺമെൻറ്റിന് അല്ല സ്റ്റാഫിൻ്റെ വഴി ഇതാണ് നമ്മൾ വിളിക്കാൻ വരുന്നത്. പക്ഷെ നമ്മൾ മാത്രമല്ല 7 സീറ്റർ വണ്ടി എന്താ. അപ്പോൾ വേറെ ആൾക്കാർ കാണും. ബട്ട് സ്റ്റിൽ 150 ഹോങ്കോങ് ഡോളറിനത് വളരെ നല്ലൊരു ഡീലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മളല്ല മനോ ഇല്ലായിരുന്നു. ഞാനും എൻ്റെ വേറെ കൊളീഗ്സായിട്ടാണ് വന്നത്. അപ്പോൾ വന്നത് ഫെറിയിലായിരുന്നു. ഇത്തവണ നമ്മൾ ഹോങ്കോങ് ചുറ്റി കണ്ടുകൊണ്ടാണ് ഫെറി എടുക്കാത്തത്. അപ്പോൾ നമ്മൾ
ഗ്യാസ് പരിപാടി കൊള്ളാം. നമ്മുടെ ഒരു ബസ്സിൻ്റെ പരിപാടി തന്നെ. ബസ്സിനെ പോലെ ചെറിയ വണ്ടിയാണെന്നുള്ളത്. ഷെയർ ഓട്ടോ പോലെ നമുക്ക് പരിപാടി. വണ്ടി നിറഞ്ഞു. നമ്മൾ വന്ന ഉടനെ തന്നെ വണ്ടി എടുത്തു. ഷെൻജൻ ബസ് ബേയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ ഡ്രോപ്പ് പോയിന്റ്. ഇവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. തിരിഞ്ഞ ഒരേ വാക്കതാ ശേഷേ. എപ്പോൾ ചാൻസ് കിട്ടിയാലും നമ്മൾ ശേഷേ പറയണം. താങ്ക്സ്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് എത്തിയിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോകാനുള്ള വഴി നോക്കാം. ഇവിടെ വന്ന കാറെല്ലാം തുറന്നിട്ട് തന്നെ പോകണം. ലൈക്ക് വന്നവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് തുറന്നിട്ട് തന്നെ പോകണം. കാരണം പുറം ഹോങ്കോങ് ചൈനയുടെ ഭാഗമല്ല. ഹോങ്കോങ്ങിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പം ചൈനയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളതാണ് ഷെൻജൻ. അപ്പോൾ ബോർഡർ ക്രോസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് പാസ്പോർട്ട് എല്ലാവരും കൊടുത്ത് വെരിഫൈ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഒരു വണ്ടി തുറന്നിട്ട് പോകുന്നത് ഇനി ആരും വണ്ടിയിൽ ബാക്കിയില്ലെന്ന് കാണിക്കാനായിട്ട് തുറന്നിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ചൈനീസ് ഇമിഗ്രേഷൻ ചെക്ക് കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി മനോ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാണുന്ന പടുകൂറ്റൻ കെട്ടിടമാണ് ഞങ്ങളുടെ ഓഫീസ് ബിൽഡിംഗ്. ഐ മീൻ ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ്. ഓഫീസിൻ്റേതായിട്ടുള്ള ബിൽഡിങ്ങില്ല, ആ ബിൽഡിങ്ങിലാണ് ഓഫീസ്. ആക്ച്വലി അപ്പോൾ നമ്മൾ ടാക്സി കയറി ഹോട്ടലിൽ പോകാൻ പോവാണ്. നമ്മൾ ക്യാബിൽ കയറി മഴയും തുടങ്ങി. മഴ നല്ലപോലെ പോയി. നമ്മൾ അപ്പം ഈ ക്യാബിൽ കയറിയില്ലെങ്കിൽ പെട്ടുപോയി. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. इंटरनेशनल कार्ड फीस पतिया ഓക്കെ ശരി. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ചെറിയ ഹോട്ടലൊന്നുമല്ല, അത്യാവശ്യം വലിയ 5 സ്റ്റാർ ഹോട്ടൽ തന്നെ തവണ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിന്ന ഹോളിഡേ ഇന്നിലെ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഇവിടെ പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. ആ പരിപാടി രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞ തവണ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇപ്പോൾ എന്തെങ്കിലും സാധനം റൂമിൽ ഡെലിവറി ആണെങ്കിൽ ഇതിനകത്ത് കൊടുത്തു വിടും. ഇത് തനിയെ ലിഫ്റ്റ് എടുത്ത് തനിയെ പൊക്കോളും. കഴിഞ്ഞ തവണ ഞാൻ വെള്ളം വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കിതിലാണ് വന്നത്. ഇതെൻ്റെ റൂം, അവിടെ മനോയുടെ റൂം. അപ്പോൾ നമുക്ക് റൂമിലോട്ട് കയറാം. അപ്പം നമുക്ക് റൂമിലോട്ട് പ്രവേശിക്കാം. ഇവിടെ 2 ബാത്റൂം ഉണ്ട്. ഒരു ബാത്റൂം, ഒരു വലിയ ജക്കൂസി. ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയാലോ? ഹായ് ബ്രോ. ഇങ്ങെന്ത് പോയി ഒന്ന് കുളിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കാം. പക്ഷെ ഞാൻ തന്നെ കുളിക്കുമ്പോൾ എനിക്ക് തന്നെ ഇവിടുന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷട്ടർ അടിച്ചതാണ്. പൊളി നൈസ്. കഴിഞ്ഞ തവണത്തെ റൂം ഞാൻ നിരാശനാണെങ്കിലും ഇത്തവണ പൊളി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് താഴോട്ട് പുറത്ത് ഒന്ന് ഇറങ്ങി നോക്കുക. കട വല്ലതും ഉണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. മഴ പെയ്യൽ വെളിയിൽ സ്റ്റിൽ. നമ്മളപ്പോൾ റിസപ്ഷനിൽ ചോദിച്ച് കുട മേടിച്ചു. ഇനി പുറത്തോട്ട് പോയി നോക്കാം. തുറക്കും മോനെ കഥവ് കണ്ടോ? ഞാനൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കഥവൊക്കെ എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ നടന്ന് 7-Eleven കണ്ടുപിടിക്കാനുള്ള സെർച്ചിനൊടുവിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ 7-Eleven നിന്ന് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം മേടിച്ചു. ഭയങ്കര ചൂട്, കഴിച്ചു നോക്കാം. ചൂട് കാരണം ടേസ്റ്റ് അറിയുന്നില്ല. ട്രൈ പണി പാரு ബ്രോ. അപ്പുറം ട്രൈ പണലാമാ. ഞാൻ പറഞ്ഞ ചൂടാ പിന്നെ കഴിക്കാതെ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ച.
അപ്പോൾ നമുക്ക് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കാം. അതിന് കുറച്ച് കപ്പ് നൂഡിൽസും ഒരു ബണ്ണ് ബ്രെഡ് അങ്ങനത്തെ ഐറ്റൊക്കെ അതുകൂടെ കഴിച്ചിട്ട് കിടക്കുക. വയ്യ, ഇനി വീഡിയോ ഒന്നും ചെയ്യാൻ വയ്യ, നാളെ ചെയ്യാം. ഗുഡ് നൈറ്റ്, പീസ് ഔട്ട്.